നമ്മൾ സൗണ്ടിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാറിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാറിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഗൈസ് നല്ല ചൂടുണ്ടേ, ചൂട് ഭയങ്കര ചൂടാണ്. ഞാൻ ആകെ വേർത്തൊലിക്കുന്നുണ്ട്. സാരമില്ല, നമുക്ക് സൗണ്ടിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചാനലിൻ്റെ ജേണി പറയുകയാണെങ്കിൽ ഇതാണ്. ജസ്റ്റ് 200 സബ്ബായിട്ട് നമ്മളവിടെ നിന്ന് പിന്നെ സബ് ടു സബ് ചെയ്ത് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും എത്തിച്ച് 1000-ലെത്തിച്ച്. വാച്ചവറൊക്കെ അവിടെ എടുക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ സെറ്റാക്കും. നമ്മൾ ചെറുതായി ലൈവൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അവരൊക്കെ കുറേ ഷെയർ ചെയ്തിട്ടൊക്കെ നമുക്ക് കുറേ സബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനി എൻ്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, ഫുൾ എംപ്റ്റി, വല്ലാത്ത അവസ്ഥയല്ല ഗൈസ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എനിക്കൊരു വാശിയുണ്ട്, നമുക്ക് ഒരു സ്വന്തമായി സ്ഥലം മേടിക്കണം, വീടുണ്ടാക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലാഗ്രഹം. എന്തായാലും എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം വീടില്ലാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ട്. ഞങ്ങൾ വീടുണ്ടാക്കിയത് ലോൺ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കിയത് കൊണ്ട് ലോണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അടക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട് നഷ്ടപ്പെട്ടു. ജസ്റ്റ് 6 വർഷമായിട്ട് ഞങ്ങൾ നിന്നിട്ടുള്ളൂ, അപ്പോഴേക്കും വീട് നഷ്ടപ്പെട്ടു. നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ നമുക്കതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അവിടെ നിന്ന് ഇറങ്ങന്നെ. അങ്ങനെ വീട് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ചാനലൊന്ന് സെറ്റായാൽ, ചാനലിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്ഥലം മേടിക്കുക, വീടുണ്ടാക്കുക. അപ്പോൾ എന്തായാലുമൊക്കെ നടക്കട്ടെ. എന്നെപ്പോലെ എല്ലാവരും ചാനൽ തുടങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ, നമുക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടട്ടെ. എല്ലാവർക്കും എന്നെപ്പോലെ എൻ്റെ ചെറിയ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ അവർക്കും വരുമാനമൊക്കെ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്തായാലും വ്യൂസിൻ്റെ കാര്യം വളരെ മോശമാണ്. നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിലാണെങ്കിൽ കുറച്ച് വ്യൂസാണ് തന്നത്, നമ്മളെ ചാനലിൽ ഇരുത്താൻ വേണ്ടിയിട്ടായിരിക്കും യൂട്യൂബ് അങ്ങനെ പണി തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഹായ് സെറ്റായി, നമ്മൾ നല്ല വ്യൂസൊക്കെ ഉള്ള ചാനലായി മാറ്റി ഞാൻ അങ്ങോട്ട് ഇരുന്നു. പിന്നെയല്ലേ മനസ്സിലായതൊരു പണിയായിരുന്നു. പിന്നെ എനിക്ക് വ്യൂസില്ല വിചാരിച്ചിട്ട് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഞാനിപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. എന്നിട്ട് രക്ഷപ്പെടലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചാനലിൻ്റെ അവസ്ഥ, വളരെ മോശമായ അവസ്ഥ അങ്ങനെ വേണം തന്നെ പറയാൻ. കാരണം നല്ല അവസ്ഥയാണെങ്കിൽ നമ്മൾ നല്ലത് പറയണം. ചാനലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്തായാലും അതിൽ നിന്നൊക്കെ നമ്മൾ വിജയിച്ച് വരും. എന്തായാലും ഇപ്പം നമുക്ക് 1000 ആയല്ലോ, 1000 ആയി. നമുക്ക് വാച്ചവറൊക്കെ സെറ്റാക്കണം. ലൈവൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ലൈവൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ വാച്ചവർ സെറ്റാവും. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക. സ്ഥിരമായി കാണുന്ന നമ്മൾ സപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട്, അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ ലൈക്ക് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മിക്ക വീഡിയോയിലും ഞാൻ പറയും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. സംഭവം മറന്നിട്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ അല്ല. നിങ്ങളെല്ലാവരും വീഡിയോ കാണും, പക്ഷെ ആ ലൈക്ക് ബട്ടൺ എടുക്കാൻ എന്തെങ്കിലും മടി. ജസ്റ്റ് ഇതാ ഇങ്ങനെ തൊട്ടാൽ മതി. അതാ ഇവിടെ ഇതാ എൻ്റെ വിരൽ കാണാമല്ലോ. ഓക്കെ, ഇതാ ഇങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ ലൈക്ക് ബട്ടൺ ഉണ്ട് അമർത്തും, അതാണ് കറുപ്പ് കളറാവും. ഒരു പണിയില്ല, നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതിയേ. എന്തിനത്ര മടി കാണിക്കണേ? ഇങ്ങനെ മടി കാണിച്ചാൽ ശരിയാവില്ല കേട്ടോ. കാരണം ലൈക്കൊക്കെ നമുക്ക് പ്രധാനമാണ്. അപ്പോൾ ഇനി വീഡിയോ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടൺ മറക്കരുത്. പിന്നെ കമൻ്റൊക്കെ ഇടുക, ഓക്കെ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ജേണി വീഡിയോ നിങ്ങൾ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിത് പാർട്ടായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതും കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് ഞാനൊരു അപേക്ഷ, ഈ വീഡിയോ നിങ്ങളൊന്ന് വൈറലാക്കി തരണേ. എന്നാലും എനിക്ക് ഈ ഒറ്റ വീഡിയോയിൽ നമുക്കിത് കയറിയാലോ. എന്തായാലും ഒരിക്കലും നടക്കാത്ത സ്വപ്നം. എങ്ങാനും വൈറലായാലും ഇനി പറയാൻ പറ്റില്ല. എല്ലാവരുടെയും യൂട്യൂബ് ജേണിയൊക്കെ വൈറലായിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ വൈറലായ ഞാൻ ആരായി? എന്താ അവസ്ഥ? അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.